അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇൽമുൽ അറൂളാണ് നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാവുന്നത് പോലെ അറബി ഭാഷയിലുള്ള ബൈത്തുകൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ, അവ തഖ്തിഅ ചെയ്ത് നോക്കിയാൽ നമുക്ക് പരമാവധി ലഭിക്കുന്നത് 16 ബഹ്റുകളാണ്. 16 ബഹ്റുകളിലായിട്ടാണ് അറബി ബൈത്തുകൾ ഇതുവരെ രചിക്കപ്പെട്ടിരിക്കുന്നത് എന്നർത്ഥം. ഏതായാലും അതിലുള്ള 14 ബഹ്റുകളെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് തന്നെ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് സെക്കൻഡ് ലാസ്റ്റ് അൽ ഖാമിസ് അശറ, 15ാമത്തെ ബഹ്ർ അൽ മുതഖാരിബു. മുതഖാരിബ് എന്നു പേരുള്ള ബഹ്റിനെ കുറിച്ചാണ്. വ അജ്സാഉഹു, മുതഖാരിബ് എന്നുള്ള ബഹർ ഉണ്ടായിത്തീരുന്ന ജുസ്ഉകൾ ഫഊലുൻ 8 മറാത്തിൻ, 8 പ്രാവശ്യം ഫഊലുൻ എന്ന് പറയുന്നതാണ്. അവിടെ സമാനിയ എന്നുള്ളിടത്ത് ആ നൂനിന് ശേഷം ഒരു യാ കൂടി ഇട്ട് കൊടുത്താൽ നന്നായിരിക്കും. അപ്പോൾ ഫഊലുൻ 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 എന്നുള്ള രീതിയിലാണ് മുതഖാരിബ് എന്നുള്ള ബഹർ വരുന്നത് എന്നർത്ഥം. ഇനി വലഹു അറൂലാനി വസിത്തത്തു അൽറുബിൻ, നമ്മൾ ഇതുവരെ പഠിച്ച ബഹ്റുകളിലെല്ലാം നമ്മൾ പരിചയപ്പെട്ടത് അതിലുള്ള അറൂലുകളും ലൊർബുകളും ഏതെല്ലാം രൂപത്തിൽ വരുമെന്നായിരുന്നു. എന്നതുപോലെ തന്നെ മുതഖാരിബ് എന്നുള്ള ബഹ്റിലും വലഹു അറൂലാനി, ഇതിൻ്റെ അറൂലുകൾ 2 രൂപത്തിൽ വരാറുണ്ട്. ആദ്യ മിസ്രയിലെ അവസാനത്തെ ജുസ് 2 രൂപത്തിൽ വരാറുണ്ട്. വസിത്തത്തു അൽറുബിൻ, 6 ലൊർബുകളും വരാറുണ്ട് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ മിസ്രയിലെ അവസാനത്തെ ജുസ് 6 രൂപത്തിൽ വരാറുണ്ട് എന്നർത്ഥം. ആദ്യമായിട്ട് അൽ ഊല, അറൂല് വരുന്ന 1ാമത്തെ രൂപം സ്വഹീഹത്തുൻ, സ്വഹീഹത്തായിട്ടായിരിക്കും, യാതൊരു തരത്തിലുള്ള സിഹാഫോ അല്ലെങ്കിൽ ഇല്ലത്തോ ഇല്ലാതെ. ഫഊലുൻ എന്ന് അതുപോലെ തന്നെ വരുന്നതായിരിക്കും അറൂലിൻ്റെ രൂപം. വ അളുറുബുഹ അർബഅത്തുൻ, ഇങ്ങനെ സ്വഹീഹത്തായിട്ട് വരുന്ന അറൂലിനോടൊപ്പം വരുന്ന ലൊർബുകൾ 4 രൂപത്തിൽ വരാറുണ്ട്. അവ ഓരോന്നുമാണിനി അവൽ, സാനി, സാലിസ് എന്നിട്ടുകൊണ്ട് മുദക്കറാക്കിയിട്ടുകൊണ്ട് പറയുന്നത്. ആദ്യമായിട്ട് അൽ അവലു, ലൊർബിൻ്റെ 1ാമത്തെ രൂപം മിസ്ലുഹ, അറൂദിനെ പോലെ തന്നെയായിരിക്കും എന്ന് പറഞ്ഞാൽ സ്വഹീഹ് തന്നെയായിരിക്കും എന്നർത്ഥം. വ ബൈത്തുഹു, ഇങ്ങനെ അറൂദും ലൊർബും സ്വഹീഹായിട്ട് വന്നിട്ടുള്ള ബൈത്താണ് അടുത്തത്. ഫഅമ്മാ തമീമുൻ തമീമു ബിനു മുർരിൻ ഫഅൽഫാഹുമുൽ ഖൗമു റൗബാനിയാമൻ. അപ്പോൾ ഇതാണ് ആ ബൈത്ത്. അത് നമുക്കൊന്ന് തഖ്തിഅ ചെയ്ത് നോക്കാം. ആദ്യമായിട്ട് ഫഅമ്മ എന്നുള്ളിടത്ത് ആദ്യത്തെ ഫഊലുൻ എന്ന് കാണാവുന്നതാണ്. തെമീമുൻ എന്നുള്ളിടത്ത് 2ാമത്തെ ഫഊലുൻ, തെമീമുബ് എന്നിവരെയുള്ള ഭാഗത്ത് 3ാമത്തെ ഫഊലുൻ, നുമുരിൻ എന്നുള്ളിടത്ത് 4ാമത്തെ ഫഊലുൻ എന്ന് നമുക്ക് കൃത്യമായിട്ട് കാണാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഫഅൽഫ എന്നിവരെയുള്ളത് അടുത്ത ഫഊലുൻ എന്ന് കാണാം. അത് കഴിഞ്ഞ് ഹുമുൽ ഖൗ എന്നിവരെയുള്ള ഭാഗത്ത് അടുത്ത ഫഊലുൻ. അത് കഴിഞ്ഞിട്ട് മുറൗബ എന്നുള്ളിടത്ത് അടുത്ത ഫഊലുൻ എന്ന് നമുക്ക് കാണാവുന്നതാണ്. അത് കഴിഞ്ഞ് നിയാമൻ എന്നുള്ളത് അടുത്ത ഫഊലുൻ. അവിടെയുള്ള അറൂലും ലൊർബും ഫഊലുൻ എന്നുള്ള രൂപത്തിൽ തന്നെയാണ്. യാതൊരു തരത്തിലുള്ള സിഹാഫോ ഇല്ലത്തോ ഇല്ലാതെയാണ് വന്നിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇനി അസാനി, അറൂല് സ്വഹീഹായിട്ട് വരുമ്പോൾ ലൊർബ് വരുന്ന 2ാമത്തെ രൂപം മഖ്സൂറുൻ, ഖസ്ർ ബാധിച്ചതായിരിക്കും. ഖസ്ർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹദ്ഫു സാക്കിനി സബബിൽ ഖഫീഫി വ ഇസ്കാനു മുതഹർരികിഹി. അതായത് ഫഊലുൻ എന്നുള്ളിടത്തെ സബബുൽ ഖഫീഫ്, അവസാനത്തിലുള്ള ലുൻ എന്നുള്ളതിലെ ആ സാക്കിനിനെ കളഞ്ഞ് സാക്കിനായ നൂനിനെ കളയുകയും അവിടെയുള്ള ലാമിന് സുകൂൻ ചെയ്യുകയും ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഖസ്ർ എന്ന് പറയുന്നത്. അപ്പോൾ ഫഊലുൻ എന്നുള്ളത് ഫഊൽ എന്നാകുന്ന രൂപമായിരിക്കും ഇനി പറയുന്ന ബൈത്തിലെ ലൊർബ് ഉണ്ടായിരിക്കുക എന്നർത്ഥം. അതൊന്ന് പാടി നോക്കാം. വബൈതുഹു വയവി ഇലാ നിസ്വതിൻ ബായിസാത്തിൻ വശുഅസിൻ മറാളിഅ മിസ്ലസ് സഅൽ എന്നുള്ളതാണ് ആ ബൈത്ത്. അതും നമുക്കൊന്ന് തഖ്തിഅ ചെയ്ത് നോക്കാം. ആദ്യമായിട്ട് വയഉവി എന്നുള്ളിടത്ത് ആദ്യത്തെ ഫഊലുൻ എന്ന് കാണാം. ഇലാനിസ് എന്നുവരെയുള്ള ഭാഗം, ഇലാനിസ് എന്നുവരെയുള്ള ഭാഗം 2ാമത്തെ ഫഊലുൻ. അത് കഴിഞ്ഞ് വത്തിൻബ എന്നുള്ളത് വരെയുള്ളത് 3ാമത്തെ ഫഊലുൻ എന്ന് കാണാം. അത് കഴിഞ്ഞ് ഇസാത്തിൻ എന്നുള്ളത് അടുത്ത ഫഊലുൻ എന്നും നമുക്ക് കാണാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് 2ാമത്തെ മിസ്രയിൽ നോക്കിയാലും വശുഅസിൻ എന്നുള്ളത് ആദ്യത്തെ ഫഊലുൻ എന്ന് കാണാം. മറാളി എന്നുള്ളത് അടുത്ത ഫഊലുൻ എന്ന് നമുക്ക് കാണാം. അത് കഴിഞ്ഞിട്ട്
മിസിലസ് എന്നിവരെയുള്ള ആ ഷദ്ദുള്ള സീനിനെ ഒന്നാമത്തെ സീന് ഉൾക്കൊണ്ടതായിട്ടുള്ള ഭാഗത്ത് അടുത്ത ഫഊലുൻ എന്നും കാണാം. അത് കഴിഞ്ഞിട്ട് സആൽ എന്നുള്ളത് ഓക്കെ ഷദ്ദുള്ള സീനാകുമ്പോൾ രണ്ട് സീൻ ഉണ്ടാകുമല്ലോ. ആ ഫതഹുള്ള സീന് മുതൽ തുടങ്ങി സആൽ എന്നിവരെയുള്ള ഭാഗത്ത് ഫഊൽ എന്ന് നമുക്ക് കാണാവുന്നതാണ്. അതായത് ഖസ്ർ ബാധിച്ചിട്ടുള്ള ഫഊലുൻ എന്നുള്ള ജുസ് ആണ് അവിടെ ലൊർബായിട്ട് വന്നിട്ടുള്ളത് എന്നർത്ഥം. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. അസാലിസു അറൂദിൽ സ്വഹീഹത്തായിട്ട് വരുമ്പോൾ അവിടെ ലൊർബ് വരുന്ന മൂന്നാമത്തെ രൂപം മഹ്ദൂഫുൻ ഹദ്ഫ് ബാധിച്ചതായിരിക്കും. ഹദ്ഫ് എന്നാൽ എന്താണെന്ന് നമുക്കറിയാം. ഇസ്ഖാത്തു സബബിൻ ഖഫീഫിൻ അല്ലേ. ഫഊലുൻ എന്നുള്ളതിലെ അവസാനത്തെ ആ സബബുൻ ഖഫീഫിനെ കളയുന്നതിനെ കുറിച്ചാണ്. ഫഊ എന്ന് മാത്രം ആകുന്നതിനെ കുറിച്ചാണ് നമ്മൾ മഹ്ദൂഫ് ഹദ്ഫ് എന്ന് പറയാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇനിയുള്ളതിൽ എന്തായിരിക്കും? ലൊർബ് വരുന്നത് ഫഊ എന്നുള്ള രൂപത്തിൽ മാത്രമായിരിക്കും. ഫഊ എന്നുള്ളതിൻ്റെ അവിടെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വസ്ന് ഫഅൽ എന്നുള്ളതാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ വബൈത്തുഹു ഇങ്ങനെ ഹദ്ഫ് ബാധിച്ചിട്ടുള്ള ലൊർബ് വന്ന ബൈത്ത് വഉർവി മിനശ്ശിഅരി ശഅറൻ അവീസ യുനസ്സറുവാതല്ലദീ ഖദ് റവൗ എന്നുള്ളതാണ് ആ ബൈത്ത്. ഓക്കെ, ആ ബൈത്ത് നമുക്കൊന്ന് തഖ്തിഅ ചെയ്ത് നോക്കാം. ആദ്യമായിട്ട് വഉർവി എന്നുള്ളിടത്ത് ആദ്യത്തെ ഫഊലുൻ എന്ന് കാണാവുന്നതാണ്. മിനശ്ശഅ എന്ന് വരെയുള്ള സാക്കിനായിട്ടുള്ള ഐന് വരെയുള്ള ഭാഗത്തെ രണ്ടാമത്തെ ഫഊലുൻ എന്ന് കാണാം. റിശഅറൻ എന്നുള്ള ഇതുവരെയുള്ള ഭാഗം റിശഅറൻ എന്നിവരെയുള്ള ഭാഗത്ത് അടുത്ത ഫഊലുൻ എന്ന് കാണാവുന്നതാണ്. അവീസൻ എന്നുള്ളത് നാലാമത്തെ ഫഊലുൻ എന്നുള്ളതും സ്വഹീഹത്തായിട്ടുള്ള അറൂദ് തന്നെ നമുക്കവിടെ കാണാവുന്നതാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് യുനസ്സർ എന്നിവരെയുള്ള ആ ഷദ്ദുള്ള റായിലെ ഒന്നാമത്തെ സാക്കിനായിട്ടുള്ള റാ കൂടി ഉൾപ്പെട്ടിട്ടുള്ള യുനസ്സർ എന്നിവരെയുള്ള ഭാഗത്ത് അടുത്ത ഫഊലുൻ എന്ന് കാണാവുന്നതാണ്. റുവാത്തൽ എന്നിവരെയുള്ള ഭാഗത്ത് അടുത്ത ഫഊലുൻ എന്ന് നമുക്ക് കാണാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ലദീഖദ് എന്നുള്ളിടത്ത് രണ്ടാമത്തെ മിസ്രയിലെ മൂന്നാമത്തെ ഫഊലുൻ എന്ന് നമുക്ക് കാണാം. അത് കഴിഞ്ഞിട്ട് അവസാനത്തെ ഭാഗം റവൗ എന്ന് മാത്രമാണുള്ളത്. അതാണ് നമ്മൾ പറഞ്ഞത് ഹദ്ഫ് ബാധിച്ചിട്ടുള്ള ഫഊലുൻ എന്നുള്ള വസ്നായിരിക്കും. ഫഅൽ എന്നുള്ള രൂപത്തിലാണ് റവൗ എന്നുള്ളത് വന്നിട്ടുള്ളത് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. അറാബിഉ അറൂദ് സ്വഹീഹത്തായിട്ട് വരുമ്പോൾ ലൊർബ് വരുന്ന നാലാമത്തെ രൂപം അബ്തറു ബത്തർ ബാധിച്ചതായിരിക്കും. ബത്തർ എന്നാൽ നമുക്കറിയാവുന്നതാണ് ഖത്അ ഹദ്ഫ് എന്നീ രണ്ട് മാറ്റങ്ങൾ വന്നിട്ടുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ബത്തർ എന്ന് പറയാറുള്ളത്. ഓക്കെ, ഹദ്ഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇസ്ഖാത്തു സബബിൻ ഖഫീഫിൻ. ഓക്കെ, ഫഊലുൻ എന്നുള്ളത് ഫഊ എന്നാകുന്നതിനെ കുറിച്ചാണ് ഹദ്ഫ് എന്ന് പറയുന്നത്. ഖത്അ എന്ന് പറഞ്ഞാലോ ഹദ്ഫു സാക്കിനിൽ വത്ദിൽ മജ്മൂഇ വ ഇസ്കാനു മാ ഖബ്ലഹു. ഓക്കെ, ഫഊ എന്നുള്ളിടത്ത് എന്ത് ചെയ്യുക? ആ വത്ദ് മജ്മൂഇലെ അവസാനത്തെ സാക്കിനായിട്ടുള്ള വാവിനെ കളയുകയും അതിന് മുമ്പുള്ള ഐനിന് സുക്കൂൻ ചെയ്യുകയും ചെയ്താൽ ഫ എന്ന് നമുക്ക് ലഭിക്കും. ലുൻ എന്നുള്ള വസ്നായിട്ടാണ് നമ്മളിത് ഉപയോഗിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇനിയുള്ള ബൈത്തിലെ ലൊർബ് ലുൻ എന്നുള്ള വസ്നായിരിക്കും എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, വബൈത്തുഹു ഇങ്ങനെ വന്നിട്ടുള്ള ബൈത്താണ്. ഖലീലയ്യഊജ അലാ റസ്മിദാരിൻ ഖലത് മിൻ സുലൈമാ വ മിൻ മയ്യ എന്നുള്ളത് മാത്രമേ ആ ബൈത്തിലുള്ളൂ. ഓക്കെ, ഏതായാലും ആ ബൈത്ത് നമുക്കൊന്ന് തഖ്തിഅ ചെയ്ത് നോക്കാം. ആദ്യമായിട്ട് ഖലീലൈ എന്നിവരെയുള്ള ആ ഷദ്ദുള്ള യായിലെ ആദ്യത്തെ യാ ഉൾപ്പെട്ടിട്ടുള്ള ഖലീലൈ എന്നിവരെയുള്ളത് ആദ്യത്തെ ഫഊലുൻ എന്ന് കാണാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് യഊജ എന്നിവരെയുള്ളത് രണ്ടാമത്തെ ഫഊലുൻ എന്നും കാണാം. അലാ റസ് എന്നിവരെയുള്ള സാക്കിനായിട്ടുള്ള സീനടക്കമുള്ള ഭാഗത്ത് അടുത്ത ഫഊലുൻ എന്ന് കാണാം. മിദാരിൻ എന്നുള്ളത് അടുത്ത ഫഊലുൻ എന്ന് സ്വഹീഹത്തായിട്ടുള്ള അറൂദ് തന്നെ നമുക്കവിടെ കാണാവുന്നതാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ മിസ്രയിൽ ഖലത് മിൻ എന്നുള്ളത് അടുത്ത ഫഊലുൻ. പിന്നെ സുലൈമ എന്നുള്ളത് അടുത്ത ഫഊലുൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് വമിൻ മൈ എന്നിവരെയുള്ളത് മൂന്നാമത്തെ ഫഊലുൻ, രണ്ടാമത്തെ മിസ്രയിലെ മൂന്നാമത്തെ ഫഊലുൻ എന്ന് കാണാം. അത് കഴിഞ്ഞ് യഹ് എന്നിവരെയുള്ളത് ലുൻ എന്ന് മാത്രമേ നമുക്ക് അവിടെ കാണാൻ കഴിയുകയുള്ളൂ. അതായത് ബത്ർ ബാധിച്ചിട്ടുള്ള ഫഊലുൻ എന്നുള്ള വസ്നാണ് അവിടെ ഉള്ളത് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഇതോടുകൂടെ സ്വഹീഹത്തായിട്ട് വരുന്ന അറൂദിനോടൊപ്പമുള്ള 4 ലൊർബിൻ്റെ രൂപങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തത്
അറൂലിൻ്റെ രണ്ടാമത്തെ രൂപമാണ്. ഒന്ന് നോക്കുക, അസാനിയത്തു അറൂലിൻ്റെ രണ്ടാമത്തെ രൂപം മജ്സൂഅത്തുൻ മഹ്ദൂഫത്തുൻ. ഓക്കെ, മജ്സൂഅത്തായിരിക്കും, അതോടുകൂടെ മഹ്ദൂഫത്തുമായിരിക്കും. മജ്സൂഅത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നതാണ്, രണ്ട് മിസ്രയിലെയും അവസാനത്തെ ജുസ് കളയപ്പെട്ട ബൈത്തിനെ കുറിച്ചാണ് നമ്മൾ മജ്സൂ എന്ന് പറയാറുള്ളത്. മഹ്ദൂഫുൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നതാണ്, ഹദ്ഫ് ബാധിച്ചതായിരിക്കും. ഹദ്ഫ് എന്ന് പറഞ്ഞാൽ ഇസ്ഖാത്തു സബബിൻ ഖഫീഫിൻ അല്ലേ, അതായത് ഫഊലുൻ എന്നുള്ളതിലെ അവസാനത്തെ ലുൻ എന്നുള്ള സബബുൻ ഖഫീഫ് കളഞ്ഞ് ഫഊ എന്നാകുന്നതിനെ കുറിച്ചാണ്, ഫഅൽ എന്നുള്ള വസിനിലാകുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഹദ്ഫ് ബാധിച്ചത് എന്ന് പറയാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി വരുന്ന ബൈത്തിലെല്ലാം അവിടെയുള്ള ഒന്നാമത്തെ മിസ്രയിലെ അവസാനത്തെ ജുസ് കളയപ്പെട്ടിരിക്കും. ഇനി മൂന്നാമത് വരുന്ന ഫഊലുൻ എന്നുണ്ടാകുമല്ലോ, അതായത് ആദ്യത്തെ മിസ്രയിൽ അടിസ്ഥാനപരമായിട്ട് 4 ഫഊലുൻ എന്നാണ് ഉണ്ടാവുക. അതിലുള്ള 1 കളഞ്ഞാൽ 3 ഫഊലുൻ എന്നായിട്ട് മാറി. അതിലുള്ള മൂന്നാമത്തെ ഫഊലിൽ ഹദ്ഫ് എന്നുള്ളത് കൂടി സംഭവിച്ചിട്ടുണ്ടാകും, അതായത് അത് ഫഅൽ എന്നുള്ള വസിനിലായിരിക്കും വന്നിട്ടുണ്ടാവുക എന്നർത്ഥം. ഓക്കെ, ഇനി വലഹ ലൊർബാനി, ഇങ്ങനെ വരുന്ന അറൂലിനോടൊപ്പം 2 ലൊർബുകൾ വരാറുണ്ട്. ഓക്കെ, അൽ ഔവലു, ഇങ്ങനെ വരുന്ന അറൂലിനോടൊപ്പം വരുന്ന ലൊർബിൻ്റെ ഒന്നാമത്തെ രൂപം മിസ്ലുഹ, അറൂലിനെ പോലെ തന്നെയായിരിക്കും, അതായത് ഫഅൽ എന്നുള്ള അതേ വസിനിൽ തന്നെയായിരിക്കും അവിടെ ലൊർബും വരുന്നത് എന്നർത്ഥം. ഓക്കെ, വ ബൈത്തുഹു, ഇങ്ങനെയുള്ള ബൈത്താണ് താഴെ നൽകിയിട്ടുള്ളത്. അമിൻ ദിംനത്തിൻ അഖ്ഫറത് ലിസൽമാ ബിദാത്തിൽ ഗളാ എന്നുള്ളതാണ് ആ ബൈത്ത്. ഓക്കെ, അതൊന്ന് തഖ്തിഅ ചെയ്ത് നോക്കിയാൽ വ്യക്തമാകും. ആദ്യമായിട്ട് അമിൻ ദിം എന്നിവരെയുള്ള ഭാഗം, ഓക്കെ, സാക്കിനായിട്ടുള്ള മീമ് വരെയുള്ള ഭാഗത്ത് ആദ്യത്തെ ഫഊലുൻ എന്ന് കാണാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നത്തിൻ അഖ് എന്നിവരെയുള്ള സാക്കിനായിട്ടുള്ള ഖാഫ് വരെയുള്ള ഭാഗത്ത് രണ്ടാമത്തെ ഫഊലുൻ എന്നും കാണാവുന്നതാണ്. പിന്നെ ഫറത്ത് എന്നുള്ളത് മൂന്നാമത്തെ ഫഊ, അതായത് ഫഅൽ എന്നുള്ള വസിനായിട്ട് നമുക്ക് കാണാവുന്നതാണ്, അതായത് ഹദ്ഫ് ബാധിച്ചിട്ടുള്ള ഫഊലുൻ എന്നുള്ള വസിനായിരിക്കുമെന്നർത്ഥം. ഓക്കെ, ഇനി രണ്ടാമത്തെ മിസ്രഅ് നോക്കാം. ലിസൽമ എന്നുള്ളത് ആദ്യത്തെ ഫഊലുൻ എന്ന് കാണാം. ബിദാത്തിൽ എന്നുള്ളത് രണ്ടാമത്തെ ഫഊലുൻ എന്ന് നമുക്ക് കാണാം. അത് കഴിഞ്ഞിട്ട് ഗളാ എന്നുള്ളത് അവസാനത്തെ ഭാഗത്ത് നമുക്ക് ഫഅൽ എന്നുള്ള വസിന് മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ, അതായത് ഹദ്ഫ് ബാധിച്ചിട്ടുള്ള എന്താണ് എന്നർത്ഥം, ഫഊലുൻ എന്നുള്ള വസിനാണ്. ഫഊ എന്ന് മാത്രമുള്ള ഫഅൽ എന്നുള്ള വസിനിൽ മാത്രമേ നമുക്കിവിടെ ഗളാ എന്നുള്ളത് കാണാൻ കഴിയുന്നുള്ളൂ എന്നർത്ഥം. ഓക്കെ, ഇനി രണ്ടാമത്തേത് നോക്കാം. ഇങ്ങനെ അറൂല് മഹ്ദൂഫത്തും മജ്സൂഅത്തുമായിട്ട് വരുമ്പോഴുള്ള ലൊർബിൻ്റെ രണ്ടാമത്തെ രൂപം അസാനി മജ്സൂഉൻ അബ്തറു. ഇനി അവിടുത്തെ ലൊർബും മജ്സൂ ആയിരിക്കും, അതായത് അവസാനത്തെ ഫഊലുൻ എന്നുള്ള ജുസ് കളയപ്പെട്ടിരിക്കുമെന്ന് മാത്രമല്ല അബ്തറു ബത്ർ ബാധിച്ചതുമായിരിക്കും. ഓക്കെ, ബത്ർ എന്നാൽ നമുക്കറിയാവുന്നതാണ്, ഫഊലുൻ എന്നുള്ളത് ഫ എന്നായിട്ട് മാറിയിട്ട്, അതായത് ലുൻ എന്നുള്ള വസിനിൽ വരുന്നതിനെ കുറിച്ചാണ് നമ്മൾ ബത്ർ സംഭവിക്കുന്നത് എന്ന് പറയാറുള്ളത്. ഓക്കെ, കഴിഞ്ഞ കുറച്ച് മുമ്പ് നമ്മളത് പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ അസാനി മജ്സൂ ഉൻ അബ്തറു ബത്ർ ബാധിച്ചിട്ടുള്ള മജ്സൂ ആയിട്ടുള്ള ലൊർബായിരിക്കും ഉണ്ടാവുക. ഓക്കെ, വ ബൈത്തുഹു, ഇങ്ങനെയുള്ള ബൈത്താണ് തഅഫഫ് വലാ തബ്തഇസ് ഫമാ യഖുല്ല യഅതീക എന്നുള്ളതാണ് ആ ബൈത്ത്. ഓക്കെ, അതൊന്ന് തഖ്തിഅ ചെയ്ത് നോക്കാം. ആദ്യമായിട്ട് തഅഫഫ് എന്നുള്ളിടത്ത് ആദ്യത്തെ ഫഊലുൻ എന്ന് കാണാവുന്നതാണ്. വലാത്തബ് എന്നുള്ളിടത്ത് രണ്ടാമത്തെ ഫഊലുൻ എന്ന് കാണാവുന്നതാണ്. അത് കഴിഞ്ഞ് തഇസ് എന്നുള്ളിടത്ത് നമുക്ക് ഫഅൽ എന്ന് മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ, അതായത് ഹദ്ഫ് ബാധിച്ചിട്ടുള്ള ഫഊലുൻ എന്നുള്ള വസനാണ് ഇവിടെ എന്തായിട്ട് വന്നിട്ടുള്ളത്, അറൂലായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി രണ്ടാമത്തെ മിസ്രഅ് ഫമായുഖ് എന്നിവരെയുള്ള ഭാഗത്ത് ആദ്യത്തെ ഫഊലുൻ എന്ന് കാണാവുന്നതാണ്. ലയഅതി എന്നിവരെയുള്ള ഭാഗത്ത് രണ്ടാമത്തെ ഫഊലുൻ എന്ന് കാണാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് കാ എന്നുള്ളിടത്ത് അവിടെ കാഫിന് ശേഷം ഒരു അലിഫ് കൂടി നമ്മൾ സങ്കല്പിക്കണം. അപ്പോൾ കാ എന്നുള്ളത് ലുൻ എന്ന് മാത്രമായിട്ട്, അതായത് ബത്ർ ബാധിച്ചിട്ടുള്ള ഫഊലുൻ എന്നുള്ള വസനായിട്ട് നമുക്കവിടെ ലൊർബിനെ കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതോടുകൂടെ മുതഖാരിബ് എന്നുള്ള വസനിലുള്ള
മുതഖാരിബ് എന്നുള്ള ബഹറിൽ വരാവുന്ന അറൂലിൻ്റെയും ലൊർബിൻ്റെയും വ്യത്യസ്തമായിട്ടുള്ള രൂപങ്ങൾ, അതിൻ്റെ ഉദാഹരണങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി അതിന് താഴെ നമുക്ക് ഇതിൻ്റെ ഹഷ്വിൽ വരുന്ന, അതായത് ഇപ്പോൾ നമ്മൾ അറൂലിനെയും ലൊർബിനെയും കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. ഇതിൻ്റെ ഇടക്ക് വരാവുന്ന സിഹാഫിനെ കുറിച്ച് താഴെ നമുക്ക് കാണാം. 1 എന്ന നമ്പറിന് അടുത്തായിട്ട് സിഹാഫുഹു യജ്രിൽ ഖബ്ലു ഫീ കുല്ലി ഫഊലുൻ ഇല്ലാ ഫിൽ വാഖിഇ ലൊർബൻ എന്ന് നമുക്ക് കാണാവുന്നതാണ്. ഓക്കെ, സിഹാഫുഹു ഈ ഒരു മുതഖാരിബ് എന്നുള്ള ബഹറിൻ്റെ സിഹാഫ് യജ്രിൽ ഖബ്ലു സംഭവിക്കുന്നതാണ്. ഖബ്ൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹദ്ഫുൽ ഖാമിസി സാക്കിൻ അല്ലേ, ഫഊലുൻ എന്നുള്ള ഇടത്തെ അവസാനത്തെ 5ാമത്തെ സാക്കിനായിട്ടുള്ള നൂനിനെ കളഞ്ഞ് ഫഊലു എന്നാകുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഖബ്ൽ എന്ന് പറയാറുള്ളത്. ഓക്കെ, അപ്പോൾ ഖബ്ൽ സംഭവിക്കാറുണ്ട് ഫീ കുല്ലി ഫഊലുൻ, എല്ലാ ഫഊലുൻ എന്നുള്ളതിലും, ഇല്ലാ ഫിൽ വാഖിഇ ലൊർബൻ, ലൊർബായിട്ട് വരാത്ത എല്ലാ ഫഊലുൻ എന്നുള്ളതിലും, അതായത് 2ാമത്തെ മിസ്റയിലെ അവസാനത്തെ ജുസ്ഇലല്ലാത്ത എല്ലാ സ്ഥലത്തും ഉള്ള ഫഊലുൻ എന്നുള്ളതിൽ ഖബ്ൽ സംഭവിക്കാവുന്നതാണ് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ബൈത്താണ് താഴെ തന്നിട്ടുള്ളത്. വ ബൈത്തുൽ മഖബൂലി, ഖബ്ൽ സംഭവിക്കപ്പെട്ടിട്ടുള്ളതിൻ്റെ ബൈത്ത് അഫാദ ഫജാദ വസാദ ഫസാദ വഖാദ ഫസാദ വഅദ വഅഫ്ളൽ എന്നുള്ളതാണ്. ഓക്കെ, അതൊന്ന് തഖ്തിഅ ചെയ്ത് നോക്കിയാൽ ആദ്യത്തെ അഫാദ എന്നുള്ളിടത്ത് നമുക്ക് ഫഊലു എന്ന് കാണാവുന്നതാണ്. ഫജാദ എന്നുള്ളിടത്തും വസാദ എന്നുള്ളിടത്തും ഫസാദ എന്നുള്ളിടത്തും നമുക്ക് ഫഊലു എന്ന് മാത്രമായിട്ട് കാണാവുന്നതാണ്. ഓക്കെ, ഇനി 2ാമത്തെ മിസ്റവും അതുപോലെ തന്നെ വഖാദ ഫസാദ വഅദ എന്നുള്ള ഈ 3 ഫഊലു എന്നായിട്ട് മാത്രം, അതായത് ഖബ്ൽ സംഭവിച്ചിട്ടുള്ള ഫഊലുൻ എന്നുള്ള വസനായിട്ട് നമുക്ക് കാണാവുന്നതാണ്. എന്നാൽ ലൊർബായിട്ട് സംഭവിച്ചിട്ടുള്ള വഅഫ്ളൽ എന്നുള്ള ഇടത്ത് നമുക്ക് പൂർണ്ണമായിട്ടും ഫഊലുൻ എന്ന് കാണാവുന്നതാണ്. അവിടെ ഖബ്ൽ സംഭവിച്ചിട്ടില്ല എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ മുതഖാരിബ് എന്നുള്ള ബഹറിൽ സിഹാഫ് ഹഷ്വിലായിട്ട് വരാറുള്ളത് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇതോടുകൂടെ ഇന്നത്തെ ക്ലാസ് കഴിയുന്നു. ഏതായാലും മുതഖാരിബ് എന്നുള്ള ബഹറിൽ വന്നിട്ടുള്ള ചില ബൈത്തുകളാണ് താഴെ തന്നിട്ടുള്ളത്. അത് നിങ്ങൾ സ്വന്തമായിട്ട് തഖ്തിഅ ചെയ്യേണ്ടതാണ്. ഓക്കെ, ഖത്ഇൽ ആതിയത വദ്കുരിൽ അറൂല വല്ലർബ ഫീഹ, താഴെയുള്ള ബൈത്തുകൾ തഖ്തിഅ ചെയ്യുകയും അതിലുള്ള അറൂലുകൾ എന്തെല്ലാമാണ്, ലർബുകൾ എന്തെല്ലാമാണെന്ന് പറയുകയും ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ താഴെയുള്ള 4 ബൈത്തുകളും നിങ്ങൾ സ്വന്തമായിട്ട് തഖ്തിഅ ചെയ്ത് നോക്കുക. സബത്നി സുലൈമാ ബി തൊർഫിൻ കഹീൽ വഫറഇൻ അനാ ഖൈദുഹു കത്തലീൽ എന്നുള്ളതാണ് 1ാമത്തെ ബൈത്ത്. ഇനി 2ാമത്തേത് തഹമ്മല മൻ ഷാഖനാ ഫബ്തകർ വബാത വലമ്മാ നുഖല്ലിൽ വതർ. ഓക്കെ, ഇനി 3ാമത്തേത് വഅഹ്ദാലഹ അക്ബുഷൻ തബഹ്ബഹു ഫിൽ മിർബദി എന്നുള്ളതാണ് 3ാമത്തെ ബൈത്ത്. ഇനി 4ാമത്തേത് വസൗജുകി ഫിന്നാദി വയഅലമു മാ ഫീ ഗദിൻ. ഓക്കെ, അപ്പോൾ ഈ 4 ബൈത്തുകളും നിങ്ങൾ സ്വന്തമായിട്ട് തഖ്തിഅ ചെയ്യേണ്ടതാണ്. ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.